കെയറിങ് ഒരു വയ്യാവേലിക്ക് എത്തുമെന്ന് ആള് ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരുന്നു. ഈ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് വാഷ്റൂം വരെ പോയതാ. തിരിച്ചു വന്നപ്പോഴേക്കും ആടി കിടന്നോടത്ത് കൂടെ പോലുമില്ല, ഫോണുമില്ല, ചാവിയില്ല, ഒന്നും. ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ്. ഈ ഇടയ്ക്ക് നടന്നതിലെ ഏറ്റവും മണ്ടനായിട്ടുള്ളൊരു കാമുകനെന്ന് വേണമെങ്കിൽ നമുക്ക് ആളെ വിശേഷിപ്പിക്കാം. അത്രയ്ക്ക് നഷ്ടങ്ങളാണ് അയാൾക്ക് ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ കഴപ്പട്ടൂർ സ്വദേശി 24 വയസ്സുള്ള യുവാവ് ഒരു യാദൃശികമായിട്ടൊരു ആളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ ഒരു മെസ്സേജിലാണ് ഈ ഒരു ഇത് മുഴുവൻ തുടങ്ങുന്നത്. ഒരു യുവതി മെസ്സേജ് ഇടുന്നു, എന്നിട്ട് ആള് മാറിപ്പോയെന്ന് ആള് പറയുവാണ്. പക്ഷെ ആ ഒരു മെസ്സേജ് ഭയങ്കര വിഷമം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കഥ എന്തോ ആയിരുന്നു. അപ്പൊ ഇയാൾക്ക് അത് കണ്ടിട്ട് മനസ്സല്ലെങ്കിൽ കെയറിങ് ഇയാള് തിരിച്ച് കെയർ ചെയ്ത് തുടങ്ങി. അതെ, ആ ഒരു കെയറിങ് ഒരു വയ്യാവേലിക്ക് എത്തുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരുന്നു. ഇയാള് പതുക്കെ ഇവര് തമ്മിൽ നല്ലൊരു ബന്ധത്തിലോട്ട് എത്തുന്നു, പ്രണയബന്ധത്തിലോട്ടൊക്കെ എത്തുന്നു. അപ്പൊ പക്ഷെ ഇവര് തമ്മിൽ കണ്ടിട്ടില്ല. ഫോട്ടോ പോലും പ്രൊഫൈൽ ഇട്ടിട്ടില്ല, DP ഇട്ടിട്ടില്ല, രണ്ടുപേരും ഇട്ടിട്ടില്ല. അപ്പൊ പരസ്പരം കണ്ടിട്ടില്ല രണ്ടുപേരും. അപ്പൊ പെൺകുട്ടിയോട് കാണണം എന്ന് യുവാവ് പറയുന്നുണ്ട്. എന്ന് പെൺകുട്ടി പറയുന്നത് നേരിട്ട് എന്നാണോ അന്ന് കണ്ടാ മതി എന്നുള്ളൊരു ഫോട്ടോയിലൂടെ കാണണ്ട. അത് വല്ലാത്തൊരു സസ്പെൻസ് തന്നെയാണ്. അതെ അതെ അതെ, റൊമാൻറ്റിക്. അതെ. അപ്പൊ ഇങ്ങനെ പോവാണ്. ഒരു ദിവസം ഈ കുട്ടി പറയാണ് നമുക്ക് മീറ്റ് ചെയ്യാം. അത് കൊച്ചിയിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോ കൊച്ചിയിൽ വെച്ചിട്ട് ഇവർ മീറ്റ് ചെയ്യുന്ന ഒരു മാളിൽ വെച്ചിട്ടാണ് ഇവർ മീറ്റ് ചെയ്യാന്ന്. ലുലു മാളിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്നാണ് ഇവർ പറയുന്നത്. അറിയാലോ, മറ്റേ ലുലുവിന്റെ പാർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ അറിയാലോ. അപ്പോൾ അതിന്റെ സൈഡിൽ ഒരു കടയിടാം, കടയിന്റെ സൈഡിൽ വണ്ടി വെക്കാനാണ് യുവതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുള്ളൂ, കാണാൻ എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ആ ഒരു പറഞ്ഞതിന്റെ അനുസരിച്ചിട്ട് വണ്ടി അവിടെ കൊണ്ട് വെക്കുകയാണ്. അതിനുശേഷം ഇവര് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ബിരിയാണി വാങ്ങിച്ചിട്ട് വരാന്ന് ആള് പറയുക. ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലേക്ക് പോകുന്നു. രണ്ടുപേരും ബിരിയാണി അത് ബിരിയാണിയും ഈ ഒരു ജ്യൂസും കുടിക്കുന്നു രണ്ടുപേരും. അതിനുശേഷം ആളൊന്ന് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് വാഷ്റൂം വരെ പോയതാ. തിരിച്ചു വന്നപ്പോഴേക്കും ആടി കിടന്നോടത്ത് കൂടെ പോലുമില്ല, പെൺകുട്ടിയില്ല, വണ്ടിയില്ല. എന്തിനും ഏറ്റവും വിഷമമുള്ള കാര്യം തന്നെ ഫോണും ഇല്ല. കാരണം ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ആ ഫോണിലാണ്. അപ്പൊ ഈ കുട്ടിയെ വിളിക്കണമെങ്കിലും ഇല്ല, അയാളുടെ കയ്യിൽ ഫോണില്ല, ഒന്നും തെളിവില്ല. പോലീസിന് കൊണ്ട് ഫോൺ കൊടുക്കണമെങ്കിൽ കുട്ടിയുടെ നമ്പർ പോലും കാണാതെ അറിയത്തില്ല ആൾക്ക്. 1 month അല്ലേ ആയുള്ളൂ. അങ്ങനെ ആകെ പെട്ട അവസ്ഥ. അപ്പൊ ഇയാളുടെ കയ്യില് പേഴ്സ് ഉണ്ട്, കാരണം ഫുഡ് കഴിക്കാനുള്ളത് കൊണ്ട് അത് മാത്രം ഉണ്ട്. അങ്ങനെ ആളെന്താ ബസ് കയറി പോവാണ്. ഇയാള് ഓൾറെഡി ബസ് ജീവനക്കാരനും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബസ്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ കണക്റ്റഡ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ടാവും, പരിചയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ബേസില് ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോഴും പുള്ളി വേണ്ട, ഇതൊരു പ്രശ്നമാക്കണ്ട. കേസ് കൊടുത്തപ്പോഴും പറഞ്ഞത് കാമുകീനെ കാണണ്ട, ഒന്നും ഇനി തിരിച്ചു വേണ്ട, ആകെ എനിക്ക് വേണ്ടത് വണ്ടിയാണ്, വണ്ടി EMI-യിലാണ്, ഫോണും കിട്ടണം എന്നുള്ളത്. അതെ, ആളുടെ സഹോദരിയാണ് പറഞ്ഞത് കേസ് കൊടുത്തേ പറ്റുള്ളൂ എന്ന്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. അവിടെ തന്നെ വേണ്ടാന്ന് വെച്ചത് അങ്ങ് പോയേനെ. എനിക്ക് തോന്നുന്നു പൊതുവെ ഉള്ള ബോയ്സിന്റെ പ്രശ്നം അതെന്ന് തോന്നണു. ഗേൾസിന്റെയും പ്രശ്നമുണ്ട്. ലൈക്ക് പെട്ടെന്നൊരു കെയറിങ്ങും ലവ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇവര് ആരാണ് എന്താണെന്നും നോക്കുന്നില്ല. സത്യം പറഞ്ഞ ഈ കേസസ് ഒക്കെ ഒരുപാട് നാള് മുന്നേ ഉള്ളതാണ്. ഇതിപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ലൈക്ക് ഇത്രയും സ്കാം നടക്കുന്ന ഒരു കാലത്തും ഒന്ന് ആലോചിക്കണം. ഒരാളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുമ്പോൾ കൂടെ ഉള്ള ആളാണെങ്കിൽ പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഡെയിലി കാണുന്ന ഒരാൾ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നത് നമ്മുടെ കയ്യിലെ മാത്രം തെറ്റല്ല. പക്ഷെ ഇത് തീരെ കണ്ടിട്ടില്ല, 1 month മാത്രമേ ബന്ധമുള്ളൂ. കുറച്ചൊക്കെ ഒരു നോക്കിയും കണ്ടൊക്കെ നിന്നിരുന്നെങ്കിൽ ഇത്രയും നാശനഷ്ടം ഉണ്ടാവത്തില്ലായിരുന്നു. അതെ, ഇപ്പൊ അടുത്തിടയ്ക്ക് മേടിച്ച വണ്ടിയും പോയി, ഫോണും പോയി, പെണ്ണും പോയി, ഒന്നുമില്ല, മനസ്സമാധാനവും പോയി, എല്ലാം കൊണ്ടപ്പം ആ ഒരു കേസിൽ ആളെന്തായാലും മനസ്സും തകർന്നു കാണുമല്ലോ. സത്യം അല്ലേ, ആള് പറ്റിക്കപ്പെടുവല്ലേ ചെയ്തത്. കാരണം ഒരാളെ സ്നേഹിച്ചു, എത്ര ദിവസം ഉണ്ട് എന്നുള്ളതല്ല, സ്നേഹിച്ചു.
വിശ്വസിച്ചു. ജസ്റ്റ് ഫോൺ വെച്ചിട്ട് പോയതാ. ഫോണുമില്ല, ചാവിയില്ല, ഒന്നുമില്ല. ആളവിടെ മുഴുവൻ ആ മോള് കംപ്ലീറ്റ് ചുറ്റി നടന്നു നോക്കി. പക്ഷെ അവിടെ എങ്ങും ഇല്ല. അത്ര വലിയ മോള് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ? തിരിച്ചു വന്ന് ബൈക്ക് നോക്കിക്കഴിഞ്ഞാൽ, സ്കൂട്ടർ നോക്കി, വണ്ടി നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇല്ല, അവിടെ ഒന്നും ഇല്ല. അവിടെ മൊത്തത്തിൽ ഒരു നഷ്ടം തന്നെയായിരുന്നു യുവാവിന്. അത് ഇതുപോലെ ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് അടിച്ചു മാറ്റി കൊണ്ടുപോയ കേസസ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ കേസായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. എല്ലാം അത് എന്തോ പണ്ടും ഉണ്ട് ഇതുപോലത്തെ കേസസ്. ലൈക്ക് ഈ പെൺകുട്ടികള് ചാറ്റ് ചെയ്ത് നേരിട്ട് വന്ന് കാണുമ്പോൾ വരുന്നത് പ്രായമുള്ളവരൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കുറെ കേസുകൾ പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഒക്കെ ഉണ്ടായിരുന്നു. FBയുടെ കാലത്തായിരുന്നു കൂടുതൽ. ഫേസ്ബുക്കിന്റെ കാലത്തായിരുന്നു ഇതുപോലെ. ഇതിപ്പം വീണ്ടും അന്ന് അറിവില്ലാന്നെങ്കിലും വിചാരിക്കാം. ഇന്ന് ഇത്രയും ഓരോ കാലം മാറി, അറിവുകളുണ്ട്. ഓരോന്നിനെ പറ്റിയിട്ട് വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് ഓരോ അറിവുകളും കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും ആരും ഒട്ടും ഇതല്ല മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഇതാണ് ഈ ഇടയ്ക്ക് നടന്നൊരു കേസാണ്. ഇനി ഒരുപാട് ഇതുപോലത്തെ കേസസ് ഉണ്ട്. ഇതിനെപ്പറ്റി നമുക്കിനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കാം.